ഒരു വസ്തുവിൻ്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവാണ് ഊഷ്മാവ്. ഒരു വസ്തുവിൻ്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവാണ് ഊഷ്മാവ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തെയാണ് അതിൻ്റെ ഊഷ്മാവ് എന്ന് വിളിക്കുന്നത്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി കൈനറ്റിക് എനർജിയെയാണ് അതിൻ്റെ ഊഷ്മാവ് എന്ന് വിളിക്കുന്നത്. ഊഷ്മാവിൻ്റെ യൂണിറ്റുകളാണ് ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഡിഗ്രി ഫാരൻഹീറ്റ്. എന്നാൽ SI യൂണിറ്റ് ഏതാണ്? ഊഷ്മാവിൻ്റെ SI യൂണിറ്റ് ആണ് കെൽവിൻ. ഊഷ്മാവിൻ്റെ SI യൂണിറ്റ് ആണ് കെൽവിൻ. നെഗറ്റീവ് മൂല്യം ഇല്ലാത്ത ഊഷ്മാവിൻ്റെ യൂണിറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് കെൽവിനാണ്. സെൽഷ്യസ് സ്കെയിലിലും, അതായത് ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും, ഈ രണ്ട് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന വില എന്താണ്? ഉത്തരം -40 ആണ്. -40 ആണ് ശരിയായ ഉത്തരം. ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് എത്രയാണ്? ഉത്തരം 574.25. 574.25 ആണ് കെൽവിൻ സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ്. സെൽഷ്യസ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ഇല്ല. പഠിക്കണം, കെൽവിൻ സ്കെയിലിലും സെൽഷ്യസ് സ്കെയിലിലും ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ഇല്ല. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം പൂർണ്ണമായും നിലയ്ക്കുന്ന ഊഷ്മാവിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയും. അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ കണികകളുടെ ചലനം പൂർണ്ണമായും ഇല്ലാതാകുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുക. അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ കേവല പൂജ്യം രേഖപ്പെടുത്തുന്നത് ഏത് യൂണിറ്റിലാണ്? ഉത്തരം പറയേണ്ടത് കെൽവിനിലാണ്. അപ്പോൾ അബ്സല്യൂട്ട് സീറോ രേഖപ്പെടുത്തുന്നത് കെൽവിൻ സ്കെയിലാണ്. കേവല പൂജ്യം എന്നറിയപ്പെടുന്ന ഊഷ്മാവ് -273.15 ഡിഗ്രിയാണ്. കേവല പൂജ്യം എന്നറിയപ്പെടുന്ന ഊഷ്മാവ് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്.